السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തു അർ-റഅദ് നാം പൂർത്തീകരിക്കുകയും ഇൻഷാ അല്ലാഹ് 14-ാമത്തെ അധ്യായമായ സൂറത്തു ഇബ്രാഹിം നാം ആരംഭിക്കുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യായം പഠിക്കുവാനും പൂർത്തീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ അദ്ധ്യായത്തിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാം പഠിക്കാൻ പോകുന്ന അദ്ധ്യായം സൂറത്തു ഇബ്രാഹിം. ഇത് പരിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ അദ്ധ്യായമാണ്. മക്കയിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 52 ആയത്തുകളാണ് ഈ അദ്ധ്യായത്തിലുള്ളത്. അപ്പോൾ 52 ആയത്തുകളുള്ള മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിം. ഈ അദ്ധ്യായത്തിൽ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം നടത്തിയ ശ്രദ്ധേയമായ ചില പ്രാർത്ഥനകളും ഈ അദ്ധ്യായത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് സൂറത്തു ഇബ്രാഹിം എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام را. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور. بإذن ربهم إلى صراط العزيز الحميد. الله الذي له ما في السماوات وما في الأرض. وويل للكافرين من عذاب شديد. الذين يستكبرون
يستحبون الحياة الدنيا على الآخرة ويصدون عن سبيل الله ويبغونها عوجا أولئك في ضلال بعيد. وما أرسلنا من رسول إلا بلسان قومه ليبين لهم فيضل الله من يشاء ويهدي من يشاء وهو العزيز الحكيم. ولقد أرسلنا موسى بآياتنا أن أخرج قومك من الظلمات إلى النور وذكرهم بأيام الله إن في ذلك لآيات لكل صبار شكور. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലിഫ് ലാം റാ. ഈ ഹർഫുകളെക്കുറിച്ച് നാം മനസ്സിലാക്കിയതാണ്. നേരത്തെ തന്നെ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്നറിയപ്പെടുന്ന ഹർഫുകളാണ്. ഹുറൂഫുൽ മുഖത്തഅയെ സംബന്ധിച്ച്, അഥവാ ഇതുപോലെ വരുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന ഇത്തരം ഹർഫുകൾ അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് ഇവ അറിയപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് ഹിയ മിൻ കലാമില്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമുകളിൽ പെട്ടതാണത്. അഥവാ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ ഹുറൂഫുൽ മുഖത്തഅ ഇത് ഖുർആനിൻ്റെ ഭാഗമാണ്, അള്ളാഹുവിൻ്റെ കലാമുകളിൽ പെട്ടതാണ്, ഖുർആനിൽ പെട്ടതാണ്. എന്നാൽ അതിൻ്റെ തഅ്വീൽ, അതിൻ്റെ മഅന, വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്,
ഇതിൻ്റെ തഅ്വീൽ, ഇതിൻ്റെ മഅന എന്താണ്, അതിൻ്റെ തഫ്സീർ എന്താണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, അറബി ഭാഷയിൽ 29 ഹർഫുകളാണുള്ളത്. 29 ലെറ്റേഴ്സാണ് ഹുറൂഫുൽ ഹിജായിയയിൽ ഉള്ളത്. 29 ലെറ്ററുകൾ. പരിശുദ്ധ ഖുർആനിലെ 29 അധ്യായങ്ങളിലാണ് ഹുറൂഫുൽ മുഖത്ത കൊണ്ട് തുടങ്ങുന്നത്. അതതിൻ്റെ ഒരു ഇജാസിൻ്റെ ഭാഗമാണ്. 29 ലെറ്റേഴ്സാണ് അറബി ഭാഷയിൽ ഉള്ളത്, ഹുറൂഫുൽ ഹിജായിയയിലുള്ളത്. 29 അധ്യായങ്ങളിൽ ഈ ഹുറൂഫുൽ മുഖത്ത വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ തഅ്വീൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന നിലക്കല്ലാതെ പണ്ഡിതന്മാർ സൂചിപ്പിച്ച അതിലെ ഒരു തത്വമുണ്ട്. എന്താണ് ആ തത്വം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കെട്ടിച്ചമച്ചതാണ് എന്ന നിഷേധികളുടെ വാദം. അം യഖൂലൂന ഇഫ്തറാഹ്, അവർ പറയുന്നുവോ പ്രവാചകനാണിത് കെട്ടിച്ചമച്ചത് എന്ന്? എങ്കിൽ ഇതാ അറബി ഭാഷയിലെ ഹർഫുകളാണിത്. അലിഫ്, ലാം, അലിഫ്, ബ, ഇതൊക്കെ ഹുറൂഫുകളാണ്. ഈ ഹുറൂഫുകൾ കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടിച്ചമച്ചതാണ് ഖുർആനെങ്കിൽ അതേ ഹർഫുകൾ ഇതാ നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾ ഇതുപോലെ ഒരു ആയത്ത് കൊണ്ടുവരൂ, ഇതുപോലൊരു കലിമത്ത് കൊണ്ടുവരൂ, ഇതുപോലൊരു അധ്യായം കൊണ്ടുവരൂ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു തത്വം അതിലുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അത് ഇതിൻ്റെ മഅന എന്നുള്ള അർത്ഥത്തിലല്ല, അങ്ങനെ ഒരു തത്വം അതിലുണ്ട് എന്ന അർത്ഥത്തിൽ. അല്ലാഹു ആലം. ഏതായിരുന്നാലും ശരി, അതുകൊണ്ടുള്ള ഉദ്ദേശം റഹ്മാനായ റബ്ബിനാണ് പൂർണ്ണമായും അറിയുന്നത്. എങ്കിലും ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ കലാമിൽപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മർഫൂആയ നിലക്ക് സ്ഥിരപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശ്രി അംസാലിഹ. ഖുർആനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ്. ഒരു ഹസനത്താണ്, ഒരു ഹസനത്ത് അതിന് 10 ഇരട്ടിയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്നോതിയാലല്ല 10 കൂലി, മറിച്ച് അലിഫിന് 10 ഉണ്ട്, ലാമിന് 10 ഉണ്ട്, മീമിന് 10 ഉണ്ട്. അപ്പോൾ ഒരാൾ അലിഫ് ലാം മീം എന്ന് ഓതുമ്പോഴേക്ക് 30 കൂലിയാണ്. അലിഫ് ലാം റാ എന്ന് ഓതുമ്പോഴേക്ക് 30 കൂലിയാണ്. എന്നാൽ അത് ഖുർആനിന് പുറത്ത് ഒരാൾ അലിഫ് ബ ത സ ജീം ഹ എന്നിങ്ങനെ പറഞ്ഞാൽ അതിന് കൂലിയുണ്ടോ? ഇല്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിലേക്ക് വരുമ്പോൾ അൽ ഹുറൂഫുൽ മുഖത്തഅക്ക് കൂലിയുണ്ട്. അത് അല്ലാഹുവിൻ്റെ കലാമിൽപ്പെട്ടതാണ്. ഓരോ ഹർഫിനും 10 കൂലിയുണ്ട്. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഹുറൂഫുൽ മുഖത്ത കൊണ്ട് ആരംഭിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കിതാബുൻ, ഈ ഒരു ഗ്രന്ഥം, കിതാബുൻ ഐ അൽ ഖുർആൻ, അൻസൽനാഹു ഇലൈക്, നബിയെ ഇത് താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു, ഇറക്കിയിരിക്കുന്നു. അൻസല യുൻസിലു ഇൻസാലൻ, ഇറക്കുക. അൻസൽനാഹു ഇലൈക, നബിയെ താങ്കളിലേക്ക് നാം ഇത് ഇറക്കിയിരിക്കുന്നു, അവതരിപ്പിച്ചിരിക്കുന്നു. എന്തിനാണത്? ലിതുഖ്രിജന്നാസ, താങ്കൾ ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. അഖ്റജ യുഖ്രിജു ഇഖ്റാജൻ, പുറത്തു കൊണ്ടുവരിക. ലിതുഖ്രിജ, താങ്കൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. ആരെ? അന്നാസ, ജനങ്ങളെ. എവിടെ നിന്ന്? മിനദ്ദുലുമാതി, ദുൽമത്തിൻ്റെ ജംആണ് ദുലുമാത്ത്, അന്ധകാരങ്ങളിൽ നിന്ന് ഇലന്നൂർ, പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ വേദഗ്രന്ഥം നബിയെ താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ ഇതിന് പ്രകാരം, അനുമതി പ്രകാരം. ബിഇദ്നി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം. ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, എവിടേക്കാണ് ആ പ്രകാശം, അല്ലെങ്കിൽ എന്താണ് ആ പ്രകാശം? ഇലാ സിറാത്ത്, അതൊരു വഴിയാണ്, ആ വഴിയിലേക്ക്. സിറാത്ത് ഐ അത്വരീഖ്, വഴി. ആരുടെ വഴി? അൽ അസീസി, പ്രതാപിയായിട്ടുള്ള, അഥവാ ദുൽ ഇസ്സ, പ്രതാപിയായ
അള്ളാഹുവിൻ്റെ വഴി. അൽ ഹമീദ് ഐ അൽ മഹ്മൂദ്, സ്തുത്യർഹനായ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്. അപ്പോൾ പ്രതാപിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് മാനവ സമൂഹത്തെ കൊണ്ടുവരാൻ ഈ മഹത്തായ വേദഗ്രന്ഥം നബിയെ താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ഗംഭീരമായ ആയത്തുകളിലൊന്നാണ്. എന്ന് മാത്രമല്ല, ഒരുപാട് ആശയങ്ങൾ, ഒരുപാട് വലിയ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണ് ഇതും ഇതിന് ശേഷം വരുന്ന ആയത്തുകളും. ഇതിൽ ഓരോ ഭാഗങ്ങളും നമുക്ക് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുറൂഫുൽ മുഖത്താ കൊണ്ട് തുടങ്ങി ആദ്യം തന്നെ പറയുന്നത് കിതാബുൻ, ഈ ഒരു ഗ്രന്ഥം തത്തുല്യമായ ഹർഫുകൾ കൊണ്ടാണ് കലിമത്തുകൾ, ആ കലിമത്ത് കൊണ്ടാണ് ആയത്തുകൾ, ആ ആയത്തുകൾ കൊണ്ടാണ് സൂറത്തുകൾ, ആ സൂറത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. അങ്ങനെയുള്ള കിതാബുൻ, ഈ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ, അൻസൽനാഹു ഇലൈക, നബിയെ താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. ലാ ഇലാഹ ഗൈരി, നബി അല്ലാത്ത മറ്റൊരാളിലേക്കല്ല. അപ്പോൾ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. ഇനി എന്തിനാണ് അവതരിപ്പിച്ചത്? റബ്ബ് തന്നെ പറയട്ടെ, ലിതുഖ്രിജന്നാസ, താങ്കൾ ജനങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, മിനല്ലുലുമാതി, അന്ധകാരങ്ങളിൽ നിന്ന് ഇലന്നൂർ, പ്രകാശത്തിൻ്റെ ധാരയിലേക്ക്. ഈ ഒരു ഭാഗത്ത് 3 ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഒരു ചെറിയ വാചകത്തിൽ 3 ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലിതുഖ്രിജന്നാസ മിനല്ലുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം. ഇതാണ് വേദഗ്രന്ഥമായ ഖുർആനിൻ്റെ ലക്ഷ്യം. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചതും അതിനു വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഖുർആനിനെ സംബന്ധിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നൂറുൻ, ഇതൊരു പ്രകാശമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. വെളിച്ചം വന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? പിന്നെ അവിടെ ഇരുട്ടിന് സ്ഥാനമില്ല. വെളിച്ചം വന്നാൽ ഇരുട്ടിന് സ്ഥാനമില്ല. വെളിച്ചം പോയാലോ അവിടെ ഇരുട്ടാണ്. അന്ധകാരത്തെ നീക്കാൻ വെളിച്ചത്തിനല്ലാതെ കഴിയില്ല. എങ്കിൽ പരിശുദ്ധ ഖുർആൻ നൂറാണ്. മാനവ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന സകലമാന ഇരുട്ടുകളിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാൻ ഖുർആനാകുന്ന വെളിച്ചം കൊണ്ടല്ലാതെ സാധ്യമല്ല. മിനദ്ദുലുമാതി ഇലന്നൂർ. മാത്രമല്ല, അവിടെ ദുലുമാത്ത് എന്ന് പറഞ്ഞപ്പോൾ ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്. നൂർ എന്ന് പറഞ്ഞപ്പോൾ ഏകവചനത്തിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അന്ധകാരങ്ങൾ എമ്പാടുമുണ്ട്. വിശ്വാസരംഗത്ത്, അനുഷ്ഠാന രംഗത്ത്, ആചാരരംഗത്ത്, സംസ്കാര രംഗത്ത്, അങ്ങനെ സകലമാന മേഖലകളിലുമുള്ള ഇരുട്ടുകളുണ്ട്. ആ ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ റഹ്മാനായ റബ്ബിനാണ് സാധിക്കുന്നത്. ആ റഹ്മാനായ റബ്ബ് തന്നെ അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ പ്രകാശമാണ് റഹ്മാനായ റബ്ബ്. ആ റബ്ബിൽ നിന്ന് വരുന്നതെല്ലാം പ്രകാശമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രകാശമാണ്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഹിദായത്ത് അത് പ്രകാശമാണ്. ആ പ്രകാശം വന്നു കഴിഞ്ഞാൽ എല്ലാ വഴികളിലേക്കുമുള്ള ഇരുട്ടുകളെ ആ ഒരൊറ്റ പ്രകാശം നീക്കുന്നതാണ്. ഇവിടെ ഇരുട്ട് ഓരോ മേഖലകളിലും ഉണ്ടാകാം. പക്ഷേ ഒരു വലിയ ലൈറ്റ് വന്നാൽ എല്ലാ മേഖലയിലെയും ഇരുട്ട് മാറും. എന്നിട്ട് അവിടെ പ്രകാശം ഉണ്ടാവും എല്ലാ മേഖലയിലും. എങ്കിൽ പ്രകാശങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പ്രകാശം എന്ന് പറയുന്നത് നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം എന്ന് പറയുന്നത് ഇസ്ലാമാണ്, ഖുർആനാണ്, മുഹമ്മദ് നബിയാണ്. അത് വരുന്നതോടുകൂടി ഏതെല്ലാം മേഖലകളിൽ ഇരുട്ടുണ്ടോ ആ ഇരുട്ടുകൾ നീങ്ങിപ്പോകുന്നതാണ്. അതുകൊണ്ടാണ് മിനദ്ദുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഈ വേദഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ സകല ഇരുട്ടുകളെയും ഇല്ലാതെയാക്കുന്ന പ്രകാശമാണ് പരിശുദ്ധ ഖുർആൻ. പിന്നെ അവിടെ പറഞ്ഞത് എന്താണ്? ലിതുഖ്രിജ, താങ്കൾ ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി. അതിൽ നിന്ന് എന്തു മനസ്സിലായി? പരിശുദ്ധ ഖുർആനിലൂടെ ഒരു ജനതയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ ദൗത്യം നബിയാണ് നിർവഹിക്കേണ്ടത്.
മറ്റൊരാൾക്കത് നിർവഹിക്കുക സാധ്യമല്ല. നമുക്ക് നബി ആ വിഷയത്തിൽ ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് ഇന്നാലിന്ന ഇരുട്ടുകളിലേക്ക് ഖുർആനിനെ ഇങ്ങനെയാണ് പ്രകാശമായി കാണേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശദീകരിക്കും. നാം അതിനെ ഫോളോ ചെയ്യുകയാണ് വേണ്ടത്. മിനല്ലാഹി അർ-റിസാല വ അലർ റസൂലി അൽ ബലാഗ് വ അലൈനാ അത്ത്-തസ്ലീം. റിസാലത്ത് അള്ളാഹുവിൽ നിന്നാണ്, എത്തിക്കേണ്ടത് റസൂലുള്ളാന്റെ ബാധ്യതയാണ്. നമ്മുടെ ബാധ്യത ശറഅ ഉണ്ടാക്കലല്ല, പിന്നെയോ നബി കാണിച്ചു തന്ന വഴിയെ ഫോളോ ചെയ്യലാണ്. അപ്പോൾ നബിയാണ് വിശദീകരിക്കേണ്ടത്. ഖുർആനിനെ കുറിച്ച് എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ നബിയിലേക്ക് ചേർത്താണ് അതിൻ്റെ ബയാന് പറഞ്ഞിട്ടുള്ളത്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്. ഈ ദിക്റിനെ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് താങ്കളാണിത് വിശദീകരിച്ചു കൊടുക്കേണ്ടത്. ലിതഹ്കുമ ബൈനന്നാസി ബിമാ അറാകല്ലാഹ്. അല്ലാഹു കാണിച്ചു തന്ന രൂപത്തിൽ താങ്കളാണ് ഹുക്മ് പറയേണ്ടത്. അപ്പോൾ ഖുർആനിനെ വിശദീകരിക്കേണ്ടത്, ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത്, ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തി പ്രകാശത്തിലേക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്ന് വിശദീകരിക്കേണ്ടത് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് ലിതുഖ്രിജന്നാസ, താങ്കൾ ജനങ്ങളെ കൊണ്ടുവരാൻ, മിനല്ലുലുമാത്തി, അന്ധകാരങ്ങളിൽ നിന്ന് ഇലന്നൂർ, പ്രകാശത്തിൻ്റെ ദായരയിലേക്ക്. അതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന രണ്ടാമത്തെ തത്വം. അതുകൊണ്ടാണ് നബിയെ സംബന്ധിച്ച് സിറാജൻ മുനീറ, പ്രകാശം നൽകുന്ന വിളക്ക് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ്, കാരണം ഈ വെളിച്ചം കാണിക്കലാണ് നബിയുടെ ദൗത്യം എന്നർത്ഥം. മൂന്നാമത്തത്, അതിതിലെ വളരെ വളരെ ശ്രദ്ധേയമായ പോയിന്റാണ്. എന്താണത്? ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലിതുഖ്രിജന്നാസ മിനല്ലുലുമാതി ഇലന്നൂർ. അന്ധകാരങ്ങളിൽ നിന്ന് ജനങ്ങളെ പ്രകാശത്തിലേക്ക് നബിയെ താങ്കൾ കൊണ്ടുവരാൻ വേണ്ടി. എങ്കിൽ എല്ലാ മനുഷ്യരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ടതില്ലേ? ഉണ്ട്. പക്ഷെ അത് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ട പിതൃവ്യൻ പോലും അബൂ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മരണസമയത്ത് പോലും പറഞ്ഞു നോക്കി ഈ വെളിച്ചത്തിലേക്ക് വരാൻ. അദ്ദേഹം സ്വീകരിച്ചോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, താങ്കൾക്ക് എത്ര ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല, അത് റബ്ബിൻ്റെ കൈകളിലാണ്. അപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞ ലിതുഖ്രിജന്നാസ മിനല്ലുലുമാതി ഇലന്നൂർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? മഹാനായ മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? ലിതഹ്ദീഹിം ബിഹി മിൻ ളുലുമാതി ദ്ദലാലതി വൽ കുഫ്ർ ഇലൽ ഈമാനി വദിയാഇഹി വതുബസ്സിറു ബിഹി അഹ്ലൽ ജഹ്ലി വൽ അമാ സുബുലർ റശാദി വൽ ഹുദാ. ഇതാണ്, അഥവാ വഴികേടിൻ്റെയും സത്യനിഷേധത്തിൻ്റെയും ഇരുട്ടുകളിൽ നിന്ന് ഈമാനിലേക്കും അതിൻ്റെ പ്രകാശത്തിലേക്കും ജനങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കുക. ഇതാണ് വെളിച്ചം, ഇതാണ് വഴി എന്ന് പറഞ്ഞു കൊടുക്കുക. ആ വിളക്കവിടെ കത്തിച്ചു വെച്ചോ. സ്വയം ഇരുടിനെ സ്വീകരിക്കുന്നവൻ്റെ വിഷയം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. പക്ഷേ കത്തിച്ചു വെക്കുക ആ വിളക്ക്, പ്രകാശം ആവശ്യമുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളും. അതാണ് വതുബസ്സിറു ബിഹി അഹ്ലൽ ജഹ്ലി വൽ അമാ സുബുലർ റശാദി വൽ ഹുദാ. എന്താണ്? വതുബസ്സിറു ബിഹി, അതുകൊണ്ട് കാണിച്ചു കൊടുക്കുക, ജനങ്ങൾക്ക് കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക. അഹ്ലൽ ജഹ്ൽ, അറിവില്ലാത്ത ആളുകൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുക. വൽ അമ, അന്ധരായി വെളിച്ചം കാണാതെ നടക്കുന്ന ആളുകൾക്ക് ഇതാണ് വെളിച്ചം എന്ന് പറഞ്ഞു കൊടുക്കുക. സുബുലർ റഷാദി വൽ ഹുദാ, ഹിദായത്തിൻ്റെ തൻ്റെടത്തിൻ്റെ വഴി, അതിൻ്റെ വിളക്ക്, അതിൻ്റെ വെളിച്ചം കത്തിച്ചു വെക്കുക. ഇഷ്ടമുള്ളവർ അതിൽ നിന്ന് സ്വീകരിക്കും. അവരുടെ പാന്താവുകളിൽ, അവർ നടക്കുന്നിടങ്ങളിൽ, അവരുടെ ജീവിതത്തിൽ ആ പ്രകാശം അവർ ഏറ്റെടുക്കും. അല്ലാത്തവർ അതിനെ നിരാകരിക്കും. പക്ഷേ ഈ വിളക്ക് കത്തിച്ചു വെക്കുക, ഈ പ്രകാശം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ബയാന് ചെയ്തു കൊടുക്കുക എന്നത് നബിയെ താങ്കളുടെ ദൗത്യമാകുന്നു. അത് പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതാണ്. അത് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നതാണ്. പക്ഷെ ആ വെളിച്ചം ആരൊക്കെ സ്വീകരിക്കുകയില്ല എന്നുള്ളത് അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ്. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താണ്? ഈ വിളക്ക് കത്തിച്ചു വെക്കണം, ഈ വെളിച്ചം കത്തിച്ചു വെക്കണം. ഇരുട്ട് എത്ര ദൂരവ്യാപകമായിട്ടുണ്ടെങ്കിലും, എത്ര ഘനീഭവിച്ച ഇരുട്ടാണെങ്കിലും ചെറിയ വെളിച്ചം കൊണ്ട് മനുഷ്യർ ഹിദായത്തിലെത്തും. നിങ്ങൾ നോക്കൂ, നക്ഷത്രം എത്ര ദൂരെയാണ്. നക്ഷത്രത്തിൻ്റെ വെളിച്ചമോ സൂര്യനെ അപേക്ഷിച്ച്, ചന്ദ്രനെ അപേക്ഷിച്ച് ചെറിയ വെളിച്ചം.
ഈ ചെറിയ ഒരു വെളിച്ചം, ഒരു പൊട്ട്, അതാകട്ടെ എത്രയോ കോടാനുകോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് കത്തുന്ന ചെറിയ ഒരു പൊട്ടുപോലെ പ്രകാശിക്കുന്ന നക്ഷത്രത്തെ നോക്കി കടലിലെയും കരയിലെയും അന്ധകാരങ്ങളിൽ നിന്ന് ഒരു യാത്രക്കാരൻ തൻ്റെ വഴി കണ്ടെത്തുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയൊരു പ്രകാശത്തിന് ഹിദായത്ത് തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വെളിച്ചം നൽകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷ്യബോധമുള്ള, ലക്ഷ്യത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവർ ആ വിളക്ക് കണ്ട് വഴി തേടിക്കൊള്ളും, അവർ ലക്ഷ്യത്തിലെത്തിക്കൊള്ളും. നമ്മൾ ആ വെളിച്ചം കത്തിച്ചു വെക്കുക, അതാണ് നമ്മുടെ ദൗത്യം. ഞാനും നിങ്ങളും ചെയ്യേണ്ട ദൗത്യം. ഇസ്ലാമാകുന്ന പ്രകാശത്തിൻ്റെ വെളിച്ചം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂ. തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കൂ. സുന്നത്തും ബിദ്അത്തും മനസ്സിലാക്കി കൊടുക്കൂ. ധർമ്മവും അധർമ്മവും ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. ആ വിളക്ക് നമ്മൾ കത്തിക്കുക. ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ. ഹിദായത്ത് ആഗ്രഹിക്കുന്നവർ എത്ര ദൂരെയാണ് ആ വെളിച്ചമെങ്കിലും അവർ അതിലൂടെ ഹിദായത്ത് കണ്ടെത്തും. യാത്രക്കാരൻ നക്ഷത്രത്തെ നോക്കി തൻ്റെ ലക്ഷ്യം കണ്ടെത്തുന്നത് പോലെ ആ വെളിച്ചം നോക്കി സത്യം ആഗ്രഹിക്കുന്ന ആളുകൾ ഹിദായത്തിൻ്റെ വഴിയിലെത്തുന്നതാണ്. അതുകൊണ്ട് നബിയേ നബിയേ ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, മാനവ സമൂഹത്തെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാം അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കൂ, വിശദീകരിച്ചു കൊടുക്കൂ. അത് ചെയ്യൽ നിർബന്ധമാണ്. വഇല്ലം തഫഅൽ ഫമാ ബല്ലഗത റിസാലത, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ താങ്കൾ ഈ റിസാലത്ത് പൂർത്തീകരിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഈ റിസാലത്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം, ഈ വെളിച്ചം കത്തിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത് പറഞ്ഞു ബിഇദ്നി റബ്ബിഹിം, ബിഇദ്നി റബ്ബിഹിം. രണ്ട് അതുല്യമായ പോയിന്റുകൾ ഇതിലുണ്ട് ഈ ഒരൊറ്റ വാക്കിൽ. അതിലൊന്ന് ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അനുമതി പ്രകാരം. റുബൂബിയത്തിൻ്റെ വേർഡാണ് ഉപയോഗിച്ചത്. റുബൂബിയത്ത് ഇസ്മ റബ്ബ്. എന്തുകൊണ്ടാണത്? അഥവാ ഒരു റബ്ബിൻ്റെ ഉത്തരവാദിത്തമാണ് തൻ്റെ സൃഷ്ടികൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ചോദിച്ചില്ലേ ഫിറഔൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട്, ഫമർ റബ്ബുക്കുമാ യാ മൂസ, ഓ മൂസ ആരാണ് നിങ്ങൾ ഈ പറയുന്ന റബ്ബ്, രക്ഷിതാവ്? എന്താ മറുപടി? എന്തെല്ലാം പറയാനുണ്ട്, പക്ഷെ അവിടെ പറഞ്ഞ പോയിന്റ് റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എല്ലാ സൃഷ്ടികൾക്കും അവയുടെ സൃഷ്ടിപ്പ് നൽകുകയും പിന്നീട് മാർഗദർശനം നൽകുകയും ചെയ്തവൻ. അതാണ് കാരണം. റബ്ബാണോ ഖാലിഖാണോ എങ്കിൽ ഹാദിയായിരിക്കണം. ജനങ്ങൾക്ക് സൃഷ്ടികൾക്ക് മാർഗദർശനം നൽകുന്നവനാണ് യഥാർത്ഥ റബ്ബ്, രക്ഷാധികാരി. അവൻ റഹ്മാനാണ്, റഹീമാണ്. കാരണം റബ്ബ് എപ്പോഴും കാരുണ്യം കൊണ്ട് നിറഞ്ഞവനായിരിക്കും. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിലെ പ്രഥമാധ്യായം സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ വചനങ്ങൾ എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിന് സർവസ്തുതിയും. പക്ഷെ അത് കേട്ട് പേടിക്കണ്ട കേട്ടോ. അർ-റഹ്മാനിർ റഹീം, അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനും കരുണാവാരിധിയുമാണ് ആ റബ്ബ്. നോക്കൂ നിങ്ങൾ, റുബൂബിയത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് റഹ്മത്ത്. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. പരമകാരുണ്യകൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു, അവന് ബയാൻ പഠിപ്പിച്ചിരിക്കുന്നു. ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അർ-റഹ്മാൻ, പരമകാരുണ്യകനാണ്. ഇവിടെയും അതാണ് പറയുന്നത്. ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുവരാൻ. ബിഇദ്നി റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അനുമതി പ്രകാരം. അത് നമ്മുടെ മനസ്സിൽ തറക്കണം. റബ്ബ് എന്നുള്ള ആ വേർഡ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതാണ് സൂറത്തു അൽ ബഖറയിൽ നമുക്ക് കാണാം 257 അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. വിശ്വാസികളുടെ വലിയാണ്, രക്ഷാധികാരിയാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ ഇരുട്ടുകളിൽ നിന്ന് അവൻ വിശ്വാസികളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ഹദീദ് 9 ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാതിൻ ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. വ്യക്തമായ വചനങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചു തരുന്നു. അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണത്. അപ്പോൾ
ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് റബ്ബായ വലിയായ മൗലയായ നമ്മുടെ രക്ഷിതാവ് ഏറ്റെടുത്തിരിക്കുന്നു. അതിനുവേണ്ടി അതുല്യമായ ഈ ഒരു വേദഗ്രന്ഥം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദഗ്രന്ഥം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അതിലുള്ള രണ്ടാമത്തെ പോയിന്റ് ബിഇദ്നി റബ്ബിഹിം, അതിലുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് അവിടെ? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അനുമതി പ്രകാരം ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലയും മറ്റു മുഫസ്സിരിങ്ങളെല്ലാം ഐക്യഖണ്ഡേന പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടുള്ള ഉദ്ദേശം ബിതൗഫീഖി റബ്ബിഹിം ലഹും ബിദാലിക വലുത്ഫിഹി ബിഹിം, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ അത് സാധ്യമല്ല. അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരാൻ റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് ലഭിച്ചവർക്കല്ലാതെ സാധ്യമല്ല. ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ സാധ്യമല്ല. ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞത്? ഒരു മനുഷ്യനും വഞ്ചിതനാവാതിരിക്കാൻ. ഞാനങ്ങ് നന്നായിക്കോളും, ഞാൻ നന്നാക്കിക്കോളും, ഇത് രണ്ടും പറയാൻ പാടില്ല. എനിക്ക് നന്നാവണോ? റബ്ബ് നന്നാക്കും, സ്വയം കഴിയില്ല. മറ്റൊരാളെ നന്നാക്കണോ? അത് നിങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല, റഹ്മാനായ റബ്ബിൻ്റെ കഴിവിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, വല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ. അള്ളാഹുവിനാണ് തഖ്ദീം, അലി റളിയല്ലാഹു അൻഹുവിനല്ല. യഹ്ദിയല്ലാഹു ബിക, നിന്നിലൂടെ ഒരാൾക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കുക, റബ്ബാണ്. ബി തൗഫീഖി റബ്ബിഹിം, പടച്ച റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ. അതുകൊണ്ട് വിനയപ്പെടുക മനുഷ്യരെ, വിനയപ്പെടുക. ഹയ്യ അലസ്സലാ എന്ന് പറയുമ്പോൾ എന്തിനാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്നത്? നമസ്കരിക്കാൻ വരൂ എന്നത് ചെവിയിലൂടെ എല്ലാവരും കേൾക്കുന്നതാണ്. പക്ഷേ ആ വിളിക്ക് ഉത്തരം നൽകാൻ റബ്ബിൻ്റെ തൗഫീഖുള്ളവർക്കല്ലാതെ കഴിയില്ല. ഒരു വിശ്വാസി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുക്കുന്നു, എത്ര വിശ്വാസികൾ അത് കേൾക്കുന്നുണ്ട്, ഹയ്യ അലസ്സലാ. പക്ഷെ അവർക്ക് പള്ളിയിലേക്ക് വരാൻ തോന്നുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? തൗഫീഖ് കിട്ടിയില്ല. ഇനി ഇസ്ലാം അംഗീകരിച്ച ഒരു മുസ്ലിം ആണെങ്കിൽ തന്നെ ഹയ്യ അലസ്സലാ എന്ന് പറയുമ്പോൾ എല്ലാവരും പോകുന്നുണ്ടോ പള്ളിയിലേക്ക്? ഇല്ല. എന്തുകൊണ്ട്? റഹ്മാനായ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടല്ലാതെ, റഹ്മാനായ റബ്ബിൻ്റെ മഊനത്ത് കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ ഒരു ദിക്റ് പോലും ചൊല്ലാൻ നമുക്ക് തോന്നുകയില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയുടെ ലുബ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയുന്നിടത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായം ഏതാണ് എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ അതെനിക്ക് സൂറത്തുൽ ഫാത്തിഹയാണെന്ന് മനസ്സിലായി. സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും ശ്രദ്ധേയമായ വചനം ഏതാണ് എന്ന് ഞാൻ വീണ്ടും ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ്. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട് റബ്ബേ. വ ഇയ്യാക നസ്തഈൻ, അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ ഇസ്തിആന നടത്തുന്നു റബ്ബേ. നീ ഞങ്ങളെ സഹായിക്കണേ, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ, നിന്നെ അനുസരിച്ച് ജീവിക്കാൻ, സത്യമാർഗത്തിലേക്ക് സഞ്ചരിച്ചു വരാൻ ഒക്കെ റബ്ബേ നിന്റെ തൗഫീഖ് വേണം, നിന്റെ സഹായം വേണം എന്ന് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, എല്ലാ നിസ്കാര ശേഷവും മറന്നു പോവാതെ പറയണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തി, നിനക്ക് നന്ദി കാണിക്കാൻ, നിനക്ക് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ, നിന്നെ ഓർക്കാൻ റബ്ബേ നീ സഹായിക്കണേ. റബ്ബിൻ്റെ തൗഫീഖ് വേണം, അള്ളാഹുവിൻ്റെ സഹായം വേണം. അതാണ് ഇവിടെ പറയുന്നത് ബിഇദ്നി റബ്ബിഹിം, അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. പിന്നെ പറയുന്ന വാചകം ശ്രദ്ധിക്കൂ, അപാരമാണ്, അപാരമാണ്. പരിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളും അതിനോട് ചേർന്ന് വരുന്നതും എത്രമാത്രം ശ്രദ്ധേയമായ വാക്കുകളാണ് എന്ന് ഖുർആനിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാകും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സിറാത്തിനെ കുറിച്ച്, നൂറിനെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നത് ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, അസീസായ പ്രതാപിയും സ്തുത്യർഹനുമായ അള്ളാഹുവിൻ്റെ സിറാത്ത് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അടുത്ത ആയത്തിൽ അല്ലാഹില്ലദീ, അല്ലാഹ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം അള്ളാഹുവിൻ്റെ അസ്മാഉം സിഫാത്തും പറയുന്നുണ്ടോ അവിടെ അള്ളാഹു എന്ന ഇസ്മിനെ മുന്തിച്ചിട്ടാണ് പിന്നെന്ത് പറയുന്നത്? സിഫാത്തുകൾ പറയുക. ഉദാഹരണത്തിന് വല്ലാഹു ഗഫൂറുർ റഹീം,
ഇന്നല്ലാഹ അസീസുൻ ഹക്കീം. അള്ളാഹു അസീസാണ്, ഹക്കീമാണ്. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹു അലീമാണ്, ഹക്കീമാണ്. ഇങ്ങനെയാണ് പറയുക. പക്ഷേ പരിശുദ്ധ ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇസ്മ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹിനെ പറയുന്നത്. അതിവിടെ മാത്രമാണ്, ശ്രദ്ധിക്കുക. അഥവാ അള്ളാഹുവിൻ്റെ 2 ഇസ്മ പറഞ്ഞു, അൽ അസീസ്, അൽ ഹമീദ്, അള്ളാഹ്. മറ്റെല്ലായിടത്തും അള്ളാഹു അസീസുൻ ഹമീദ് അങ്ങനെയാണ്. ഇവിടെ അസീസിൽ ഹമീദ് അള്ളാഹ്. എന്തുകൊണ്ടാണ് ഇതിനെ തഖ്ദീം ചെയ്തത്? അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അതിനെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായൊരു പോയിൻ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന സിറാത്തല്ലാഹ്, നിശ്ചയമായും അള്ളാഹുവിൻ്റെ സിറാത്ത്, മിൻ അക്ബരിൽ അദില്ല അലാ മാലില്ലാഹി മിൻ സിഫാത്തിൽ കമാൽ വനഊത്തിൽ ജലാൽ. അള്ളാഹുവിൻ്റെ മഹത്വം അറിയാൻ നിങ്ങൾ ഇസ്ലാം എന്താണെന്ന് നോക്കിയാൽ മതി എന്നാണ്. റബ്ബിൻ്റെ വലിപ്പം അറിയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൻ്റെ വലിപ്പം അറിയണോ? ഖുർആനിലേക്ക് നോക്കിയാൽ മതി എന്നാണ്. മുഹമ്മദ് നബിയിലേക്ക് നോക്കിയാൽ മതി. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളിലേക്ക് നോക്കൂ. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അല്ലാഹു അല്ലാത്ത ഒരാളിൽ നിന്നായിരുന്നു ഈ ഗ്രന്ഥമെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലുൻ മിൻ ഹകീമിൻ ഹമീദ്. അതിൻ്റെ മുന്നിലൂടെയോ പിറകിലൂടെയോ വ്യർത്ഥമായതൊന്നും ഖുർആനിൽ കാണാനേ കഴിയില്ല. കാരണം സ്തുത്യർഹനും മഗാധജ്ഞനുമായ ഒരു റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ നോക്കിയാൽ പ്രതാപിയായ ഒരു റബ്ബിൻ്റെ വചനങ്ങളാണതെന്ന് ബോധ്യപ്പെടുന്നതാണ്. അതിലോരോന്നും നോക്കൂ നിങ്ങൾ. ശുദ്ധമായ ഏകദൈവാരാധന, അതിനോളം പ്രതാപമേറിയ മറ്റൊരാദർശം എന്താ? തുടക്കം തന്നെ നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനോട് സമരസപ്പെട്ട് നിൽക്കുന്ന വല്ല ആദർശവും ലോകത്തുണ്ടോ? കറകളഞ്ഞ ചെറുതും വലുതുമായ എല്ലാത്തരം കുഫറിൽ നിന്നും ശിർക്കിൽ നിന്നും മുക്തമായ അതുല്യമായ തൗഹീദിൻ്റെ സന്ദേശം, അതിൽ നിന്നൊക്കെ എത്ര താഴെ നിലവാരത്തിലാണ് സൃഷ്ടികളെ ആരാധിക്കുന്ന ബഹുദൈവാരാധനയുടെ സന്ദേശം. പ്രതാപിയായ അഗാധജ്ഞനായ ഒരു റബ്ബ് ശിർക്കിനെ അനുവദിക്കുകയില്ല. വലാ യുശ്രികു ഫീ ഹുക്മിഹി അഹദാ. ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم. മനുഷ്യരിൽപ്പെട്ട പ്രമാണിമാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ അടിമക്കും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബെഡിൽ വിരിപ്പിൽ ഒരേ അവകാശമാണോ? വല്ലാത്ത ചോദ്യമാണത്, വല്ലാത്ത ചോദ്യമാണത്. നിങ്ങളുടെ ഭാര്യയുടെ കിടപ്പറയിൽ നിങ്ങൾക്കും നിങ്ങളുടെ അടിമക്കും ഒരേ ഷെയറിംഗ് ആണോ? നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങൾ സമ്മതിക്കുമോ? റബ്ബ് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ അടിമക്ക് അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ആകാശഭൂമികളുടെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിൻ്റെ അസ്മാകളും സിഫാത്തുകളും അഫ്ആലുകളും സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയോ അത് റബ്ബ് അംഗീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന ശിർക ലദുൽമുൻ അദീം. അതേറ്റവും വലിയ പാപമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരിൻ. വിട്ടുവീഴ്ചയില്ല. കാരണം പ്രതാപമേറിയ ഒരു റബ്ബ് ശിർക്കിനെ അംഗീകരിക്കുകയില്ല ഒരിക്കലും. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വഴികളെ എല്ലാം നിങ്ങൾ പരിശോധിച്ചോ. ഏറ്റവും താഴ്ന്നതെന്ന് റസൂലുള്ള പറഞ്ഞത് അദ്നാഹ എന്ന് പറഞ്ഞതുപോലെ എന്താണ്? ഇമാത്തത്തുല്ലദ അനി ത്വരീഖ്. വഴിയിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കി നടക്കുന്നവന് സുഹൂലത്തുണ്ടാക്കി കൊടുക്കണം. സ്തുത്യർഹമായ വഴി, അതിലെ ഓരോന്നും, ഖുർആനിലെ ഓരോ ആയത്തുകളും ഓരോ വചനങ്ങളും അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ ഗാംഭീര്യം കാണുമ്പോൾ ഇത് റഹ്മാനായ റബ്ബല്ലാതെ മറ്റൊരാൾക്ക് ഇത് അവതരിപ്പിക്കാൻ സാധ്യമല്ല എന്ന് മനുഷ്യൻ വിവേകമുള്ളവൻ അംഗീകരിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പരാജയപ്പെടുത്താമെന്ന ആഗ്രഹവുമായി വന്ന ആളുകളൊക്കെ പിന്നീട് തിരിച്ചുപോയി പറഞ്ഞത്, അതിന് വല്ലാത്തൊരു ഹലാവത്തുണ്ട്, അതിന് വല്ലാത്തൊരു തലാവത്തുണ്ട്. ഒരിക്കലും അതിനെ അതിജയിക്കാൻ മനുഷ്യരുടെ വാക്കുകൾക്ക് സാധ്യമല്ല. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ
അജ്മഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലി വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ലഹീറാ. മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ പോലും ഈ അധ്യായത്തിലുള്ള, ഈ ഖുർആനിലുള്ള ഒരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം കൊണ്ടുവരാൻ സാധ്യമല്ല. അതാണ് ഇവിടെ പറയില്ല സിറാത്തിൽ അസീസിൽ ഹമീദ്. ആ അസീസായ റബ്ബിൻ്റെ സിറാത്ത് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, സൃഷ്ടികൾ അഖിലവും അവന് ഹംദ് ചെയ്തു പോകും. അതാണ് ഉടനെ പറഞ്ഞത് അൽ ഹമീദ്, അവൻ സ്തുത്യർഹനാണ്. അതുകൊണ്ടല്ലേ സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്ന എങ്ങനെയാണ്? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമാ വലം യജ്അൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ്, സ്തുതിക്കൂ റബ്ബിനെ, ലോകങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കൂ. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, ഈ കിതാബിനെ തൻ്റെ അടിമക്ക് അവതരിപ്പിച്ചു കൊടുത്തു. വലം യജ്അൽ ലഹു ഇവജ, ഒരു വക്രതയും ഒരു ന്യൂനതയും ഒരു വ്യതിയാനവും ഒരു വൈരുദ്ധ്യവും ഒരു പോരായ്മയും നിങ്ങൾക്ക് ആ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയില്ല. ഖയ്യിമൻ, നേർക്കുനേരെ നിൽക്കുന്ന അതുല്യമായ ഒരു ഗ്രന്ഥം, വൈരുദ്ധ്യങ്ങളില്ലാതെ തലയുയർത്തി നിൽക്കുന്ന അപാരമായ ഗ്രന്ഥം. അൽഹംദുലില്ലാ എന്ന് പറയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി, ഇത് അല്ലാഹുവിൻ്റെ ഫളലാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഫബിദാലിക ഫലിയഫ്റഹു, ആനന്ദിക്കൂ, ആഹ്ലാദിക്കൂ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, മനുഷ്യരെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്ന സകല വിഭവങ്ങളെക്കാളും അതുല്യമായ ഈ മാർഗമാണ് ഏറ്റവും വലുതായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. വിശദീകരിച്ചാൽ ഒരുപാട് വിശദീകരിക്കേണ്ടി വരും, നമ്മുടെ സമയം അത് നമ്മെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇലാ സിറാത്തി അൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും എല്ലാ സ്തുതികളും അർഹിക്കുന്നവനാണ് റബ്ബ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രതാപിയായ അഗാധജ്ഞനായ ഒരു റബ്ബിനെ ഈ വേദഗ്രന്ഥത്തിലൂടെ, ഇസ്ലാമിലൂടെ നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കുന്നതാണ്. ശേഷം പറയുന്നു അല്ലാഹ്, ആ സ്തുത്യർഹനും പ്രതാപിയും ആരാണ്? അല്ലാഹ്, അല്ലാഹുവാണ്. അല്ലദീ, അവൻ യാതൊരുവനാണ്. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ്റെ ഉടമസ്ഥതയിലാണ്. വവൈലുൽ ലിൽ കാഫിരീന മിൻ അദാബിൻ ഷദീദ്, വവൈലുൻ, അതുകൊണ്ട് തന്നെ നാശം. ആർക്ക്? ലിൽ കാഫിരീന, സത്യനിഷേധികളായ ആളുകൾക്ക്, മിൻ അദാബിൻ ഷദീദ്, അതികഠിനമായ ശിക്ഷ കൊണ്ട് നാശം. എന്തിനാണ് ഇവിടെ എങ്ങനെ പറഞ്ഞത്? അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, വ അന്നല്ലദീ നസബഹു ലിഇബാദി അസീസു സുൽത്താൻ ഹമീദുൻ ഫി അഖ്വാലിഹി വ ഫആലിഹി വ അഹ്കാമി വ അന്നഹു മഅലൂഹുൻ മഅബൂദുൻ ബിൽ ഇബാദാത്തി അല്ലതി ഹിയ മനാസിലു സിറാത്തിൽ മുസ്തഖീം വ അന്നഹു കമാ അന്ന ലഹു മുൽക്കു السماوات والأرض خلقا ورزقا وتدبيرا فله الحكم على عباده بأحكامه الدينية لأنهم ملكه ولا يليق به أن يتركهم سدى فلما بين الدليل والبرهان توعد من لم ينقض لذلك فقال وويل للكافرين من عذاب شديد. അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, അസീസായ ഹമീദായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിറാത്തിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണല്ലോ ഇവിടെ പറഞ്ഞതെന്ത്? അല്ലദീ ലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് മാഫിസ് സമാവാതി വ മാഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം റബ്ബിനാണ്. എന്തിനാണിത് പറഞ്ഞത്? അഥവാ ഈ മഹത്തായ പ്രപഞ്ചം, 7 ആകാശങ്ങളും 7 ഭൂമിയും ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ പ്രപഞ്ചം, അതിനെ കുറ്റമറ്റ രൂപത്തിൽ അന്യൂനമായി സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും പരിചരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അതുല്യനായ ഒരു റബ്ബ്, ആ റബ്ബ് നിശ്ചയമായും അവൻ്റെ അടിമകൾക്ക് വിധി കൽപ്പിക്കുവാനും അവന് തന്നെയാണ് അർഹതയുള്ളത്. ആകാശങ്ങളിലും ഭൂമിയിലും ആരുടെ അഹ്കാമുകളാണോ വിധികളാണോ നടപ്പിലാക്കപ്പെടുന്നത്, അതേ റബ്ബ് തന്നെയാണ് ദീനിയായ അഹ്കാമുകളും സൃഷ്ടികൾക്ക് നൽകുന്നത്. അതേപോലെ തന്നെ അതുല്യമായി ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചവനാരോ ആ റഹ്മാനായ റബ്ബിൻ്റെ വിധികളിലും ന്യൂനതകൾ ഉണ്ടാവില്ല. കാരണം
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖാ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. 7 ആകാശങ്ങൾ അടുക്കുകളായി സൃഷ്ടിച്ചത് റബ്ബാണ്. നിങ്ങളൊന്ന് നോക്കൂ, എന്തെങ്കിലും വിടവുകൾ, ന്യൂനതകൾ കാണുന്നുണ്ടോ? വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കാൻ പറയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിൽ അതേ റബ്ബിൻ്റെതാണ് ഖുർആൻ, അതേ റബ്ബ് അയച്ചതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അതുകൊണ്ട് ഖുർആനിലോ ഹദീസിലോ ഒരു ന്യൂനതയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല, ഒരു പോരായ്മയും കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ആകാശഭൂമികളിലുള്ളതെല്ലാം ആരുടേതാണോ അതേ റബ്ബിൻ്റെ അടിമകളാണ് നിങ്ങൾ, അവൻ്റെ കീഴിലുള്ളവരാണ് നിങ്ങൾ. റഹ്മാനായ റബ്ബിൻ്റെ വിധികളെ നിങ്ങൾ പാലിച്ചേ മതിയാകൂ. എന്നിട്ട് ഇതെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ട് ഇതെല്ലാം മനസ്സിലാക്കി തന്നതിന് ശേഷവും നിഷേധഭാവമാണോ നിങ്ങൾക്കുള്ളതെങ്കിൽ അവർക്കുള്ള വ്യക്തമായ താക്കീതും അല്ലാഹു നൽകുകയാണ്. വവൈലുൽ ലിൽ കാഫിരീന മിൻ അദാബിൻ ശദീദ്. വവൈലുൻ, നാശം. വൈലുൻ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് നാശം എന്ന അർത്ഥത്തിലാണ്, മറ്റൊന്ന് നരകത്തിലെ വാദി ഫി ജഹന്നം. നരകത്തിലെ ഒരു വാദി, ഒരു താഴ്വാരം അല്ലെങ്കിൽ ഒരു പുഴയാണ് വൈൽ എന്ന് പറയുന്നത്. നരകവാസികളുടെ രക്തവും ചലവും ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന മറ്റ് നീരുകളുമാണ് അതിലുള്ള ജലമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള നരകത്തിലെ കഠിനമായ ശിക്ഷയുടെ ഒരു മേഖലയാണ് വൈലുൻ എന്ന് പറയുന്നത്. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം നാശം എന്നർത്ഥമുണ്ട്. സ്വാഭാവികമായും അതിനേക്കാൾ വലിയൊരു നാശം വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് 2 അർത്ഥവും ഉദ്ദേശിക്കപ്പെടാം. വവൈലുൻ ലിൽ കാഫിരീന മിൻ അദാബിൻ ശദീദ്. അതുകൊണ്ട് തന്നെ കുഫാറുകൾക്ക് കഠിനമായ ശിക്ഷ കൊണ്ട് നാശം. അദാബ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, ഷദീദ് എന്ന് പറഞ്ഞാൽ നരകശിക്ഷയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം കുഫറിൽ നിന്നും നന്ദികേടിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്തുത്യർഹനും പ്രതാപിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഴിയായ ഇസ്ലാമിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുഫാറുകളെക്കുറിച്ച് പറഞ്ഞു. അവരുടെ മറ്റൊരു സ്വഭാവം അല്ലദീൻ, അവർ, ഈ കാഫിറുകൾ. ഇതെല്ലാം വിശദീകരിച്ചിട്ടും സത്യം സ്വീകരിക്കാത്തവൻ. യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ. ഇസ്തഹബ്ബ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക. യസ്തഹിബ്ബു ഇസ്തിഹ്ബാബൻ. യസ്തഹിബ്ബൂന അൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ. പരലോകത്തേക്കാൾ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണവർ. അവരിലാണ് നിഷേധം ഉണ്ടാവുക. അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ, ഐഹിക ജീവിതത്തിന്, അലൽ ആഖിറ, പരലോകത്തേക്കാൾ അവർ പ്രാധാന്യം കൊടുക്കുന്നു. വയസുദ്ദൂൻ അൻ സബീലില്ലാ. വയസുദ്ദൂന, അവർ തടയുന്നു. സദ്ദ യസുദ്ദു സദ്ദൻ, അവർ തടയുകയും ചെയ്യുന്നു. അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. വയബ്ഗൂനഹ ഇവജ. ബഗാ യബ്ഗി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്ന ഒരർത്ഥം അതിനുണ്ട്. വയബ്ഗൂനഹ ഇവജ, അവർ ഈ ദീനിന്, മതത്തിന് വക്രതയുണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഉലൈക ഫീ ളലാലിൻ ബഈദ്, അവർ വിദൂരമായ വഴികേടിലാകുന്നു. അപ്പോൾ നിഷേധികളുടെ സിഫാത്താണ് അള്ളാഹു വിശദീകരിക്കുന്നത്. എന്തിനാണ് ആ സിഫാത്ത് നമുക്ക് വിശദീകരിച്ച് തരുന്നത്? നമ്മിൽ ആ സ്വഭാവമില്ലാതിരിക്കാൻ. അതിലവരുടെ ഒന്നാമത്തെ കാര്യം, 3 കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഈ 3 കാര്യങ്ങളിൽ ഒന്നുപോലും എന്നിലും നിങ്ങളിലും ഉണ്ടാവാൻ പാടില്ല. ഒന്നാമത്തത് അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ. പരലോകത്തേക്കാൾ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുക. അത് പരലോകത്തെ നഷ്ടപ്പെടുത്തുന്ന വളരെ വലിയൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. നിങ്ങൾ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, പരലോകമാണ് എന്നെന്നും അവശേഷിക്കുന്നതും നിലനിൽക്കുന്നതും കൂടുതൽ ഹൈറായിട്ടുള്ളതും. അതുകൊണ്ട് പരലോകത്തിന് പ്രാധാന്യം നൽകുക. ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ജീവിതത്തിന് പ്രാധാന്യം നൽകുക. ഐഹിക ജീവിതം എന്ന് പറയുന്നത് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവം മാത്രമാണ് ഐഹിക ജീവിതം. ഇത് നമ്മെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല.
ഭൂമിക്ക് മേലെയുള്ളതെല്ലാം അതിന് സീനത്താണ്. എന്തിനാണ്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണത്. അതല്ലാതെ ദുനിയാവിൻ്റെ അലങ്കാരങ്ങളുടെ എല്ലാം പിന്നാലെ പോകാൻ വേണ്ടിയല്ല ഭൂമിയെ അള്ളാഹു അലങ്കരിച്ചത്. ഭൂമിയെ അള്ളാഹു അലങ്കരിച്ചത് നിങ്ങളെ പരിശോധിക്കാനാണ്, പരീക്ഷിക്കാനാണ്. അതുകൊണ്ട് ഭൂമിയുടെ അലങ്കാരങ്ങളുടെ പിന്നാലെ പോവാതെ പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ടാവണം. രണ്ടാമത്തത്, മരണാനന്തര ജീവിതത്തെക്കാളും ദീനിനേക്കാളും ദുനിയാവിന് പ്രാധാന്യം കൊടുത്താൽ പിന്നെ രണ്ടാമത് ചെയ്യുക എന്താണെന്ന് ചോദിച്ചാൽ, പരലോകത്തിന് പ്രാധാന്യം നൽകുന്ന മതാശയങ്ങളിൽ നിന്ന്, മതത്തിൽ നിന്ന് പിന്നെ ജനങ്ങളെ എങ്ങനെ തെറ്റിക്കാം, ഈ ആദർശത്തിൽ നിന്ന് ജനങ്ങളെ എങ്ങനെ വഴിതെറ്റിക്കാം എന്ന ചിന്തയാണ് രണ്ടാമത് വരുന്നത്. അതുകൊണ്ടാണ് ഉടനെ തന്നെ അള്ളാഹു പറഞ്ഞത് വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. അവർ സ്വയം നിഷേധികളായി നിൽക്കുക മാത്രമല്ല, മറ്റുള്ളവർ നന്നാവുന്നതിൽ നിന്ന് അവരെ തടയുക കൂടി ചെയ്യുന്നു സത്യനിഷേധികളായ ആളുകൾ. ഇത് ഒരിക്കലും നമ്മിലുണ്ടാവാൻ പാടില്ല. ഈ അസ്സദ്ദു അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തടയുക എന്നുള്ളത് മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ മാത്രം ചെയ്യുന്ന കാര്യമാണ് എന്നൊരിക്കലും ധരിക്കരുത്. മറിച്ച് മുസ്ലിം നാമധാരികളായ ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ കാര്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ മറ്റുള്ളവരെക്കാൾ അപകടകാരികളാണ്. അതുകൊണ്ടാണ് വയസുദ്ദൂന അൻ സബീലില്ല എന്ന് പറഞ്ഞു നിർത്താതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണത്? മൂന്നാമത്തത്, വയബഗൂനഹ ഇവജ, അതിൽ വക്രതയുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതത്തെ പാടെ നിരാകരിക്കലും മതനിയമങ്ങളെ തെറ്റിച്ച് വ്യാഖ്യാനിക്കലും രണ്ടും രണ്ടാണ്. ഒരു വിഭാഗം ചെയ്യുന്നത് ഇസ്ലാമിൽ നിന്ന് പരിപൂർണമായി തടയുകയാണ്. പക്ഷെ അവർ ആയത്തും ഹദീസുകളും ഓതി ഷിർക്കിനെ തൗഹീദാക്കില്ല, തൗഹീദിനെ ഷിർക്കുമാക്കില്ല. എന്നാൽ മതത്തിൻ്റെ ആളുകളായി നിന്നുകൊണ്ട് ആയത്തുകളും ഹദീസും ഓതി അവർ തൗഹീദ് എന്ന വ്യാജേന ഷിർക്ക് പ്രചരിപ്പിക്കും, ഷിർക്കിലേക്ക് ജനങ്ങളെ ക്ഷണിക്കും. ഇസ്ലാമാണ് പഠിപ്പിക്കുന്നത് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇസ്ലാം എന്തിനെതിരിലാണോ വന്നത് അത് ജനങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ അള്ളാഹുവിൽ പങ്കുചേർക്കാനും ബിദ്അത്തുകൾ ചെയ്യാനും ഖുറാഫാത്തുകൾ ചെയ്യാനും അധാർമിക പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും പ്രവാചകൻ്റെ സുന്നത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാനും അങ്ങനെ മതത്തിൽ വക്രതയുണ്ടാക്കാനും അവർ ശ്രമിക്കുന്നു. എന്നിട്ട് അവർ പറയും ഞങ്ങളാണ് യഥാർത്ഥ മതത്തിൻ്റെ ആളുകൾ. ഇവരീ കാണിച്ചു കൂട്ടുന്നതൊന്നും യഥാർത്ഥ മതമല്ല, അത് തീവ്രവാദമാണ്, അത് ഭീകരതയാണ്, അത് പിന്തിരിപ്പനാണ്, യഥാർത്ഥ ഇസ്ലാം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ആളുകളായി രംഗത്ത് വരും. അതാണ് വയബഗൂനഹ ഇവജ, യഥാർത്ഥ മതത്തിൽ വക്രതയുണ്ടായി കാണാൻ അവർ ആഗ്രഹിക്കുന്നു, ശരിയായ വഴിയിൽ നിന്ന് ജനങ്ങളെ തടയാനും തെറ്റിക്കാനും അവർ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നവരാണത് ചെയ്യുക. നിങ്ങൾ നോക്കൂ, ഹദീസിനെതിരെ സംസാരിക്കുന്നവരൊക്കെ ഭൗതികതയുടെ ആളുകളായിരിക്കും. ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, ദുനിയാവിന് വേണ്ടിയാണ് അവർ ഹദീസുകളെ തള്ളുന്നത്, ദുനിയാവിന് വേണ്ടിയാണ് അവർ മതത്തെ തള്ളുന്നത്, ദുനിയാവിൻ്റെ സുഖങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ ലിബറലിസത്തിന് വേണ്ടി വാദിക്കുന്നത്, സ്വതന്ത്ര ചിന്തക്ക് വേണ്ടി വാദിക്കുന്നത്. ഇസ്ലാമിൻ്റെ പലതും കാടത്തമാണ്, തീവ്രതയാണെന്ന് അവർ പറയുന്നത് ദുനിയാവ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ്. നോക്കൂ നിങ്ങൾ, ആ കോമ്പിനേഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കൃത്യമായിട്ടാണത് പറഞ്ഞത്. അല്ലദീന യസ്തഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ അലൽ ആഖിറ, പരലോകത്തേക്കാൾ ഐഹിക ജീവിതത്തിന് അവർ പ്രാധാന്യം കൊടുക്കുകയും അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നാണ്. ഈ ഇഷ്ടം കാരണത്താൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുകയും ചെയ്യുന്നു. വയബഗൂനഹ ഇവജ, ഒക്കെ ആതഫിൻ്റെ വാവ് ഉപയോഗിച്ചാണ് പറഞ്ഞത്. ഇതൊക്കെ കണ്ടിന്യൂസ് ആയി നടക്കുന്നതാണ്. മതത്തിൽ വക്രതയുണ്ടാകണം, ഈ സിറാത്തുൽ മുസ്തഖീമിൽ വക്രതയുണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു സത്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഉലൈക ഫീ ളലാലിൻ ബഈദ്, അവർ അതിവിദൂരമായ വഴികേടിലാണ്. ഇപ്പം ചില ആളുകൾ വഴി തെറ്റും, പക്ഷേ ചെറിയ വഴി തെറ്റലാണ്, പെട്ടെന്ന് തന്നെ വഴിയിലേക്ക് വരാൻ പറ്റും. എന്നാൽ വേറെ ചില ആളുകൾ ഒരുപാട് ദൂരെത്തിയാൽ പിന്നെ സിറാത്തിലേക്ക് എത്താൻ കുറച്ച് പാടാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇക്കൂട്ടർ ഉലൈക ഫീ ളലാലിൻ ഖരീബല്ല ഫീ ളലാലിൻ ബഈദ്, വിദൂരമായി വഴിതെറ്റിപ്പോയിരിക്കുന്നു. ഇനി സത്യത്തിലേക്ക് വരിക എന്നുള്ളത് പ്രയാസകരമായി തീരുന്ന അത്രയും വിദൂരതയിലാണ് അവർ ഉള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ള ദൗത്യം, നമ്മുടെ റബ്ബ്, നമ്മുടെ സൃഷ്ടാവ്, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചുണ്ടാക്കി പോറ്റി വളർത്തിയ കാരുണ്യവാനായ റബ്ബ് എല്ലാ ഇരുട്ടുകളിൽ നിന്നും പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് നമ്മെ കൊണ്ടുവരാൻ ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു.
ആ വേദഗ്രന്ഥമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ വേദഗ്രന്ഥത്തെ ഒരു കാരണവശാലും കൈവിടാതിരിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ എന്ന് നബിയോടാണ് പറഞ്ഞത്. നബിയെ, താങ്കൾ വേണം ആ ഇരുട്ടിൽ നിന്ന് അവരുടെ കൈപിടിച്ച് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ. നബിയുടെ കൈപിടിക്കൂ, നബിയുടെ കൈപിടിക്കൂ. ഇല്ലാതെ നമുക്ക് ഇരുട്ടുന്ന വെളിച്ചത്തിലേക്ക് വരാൻ കഴിയില്ല. അങ്ങനെയാണ് നമുക്ക് നബിയുടെ കൈപിടിക്കാൻ പറ്റുക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കൂ. തറക്തു ഫീക്കും ഷൈഅൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹ് വസുന്നത റസൂലിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവാണ്. അതിനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവില്ല. ഒന്ന് അള്ളാഹുവിൻ്റെ കിതാബാണ്, അതാണ് ഈ നൂറ്. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ്. ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ വഴിതെറ്റിപ്പോവില്ല. അങ്ങനെയുള്ളവർ ഇൻഷാ അള്ളാഹ് ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനായ പ്രതാപിയായ റബ്ബിൻ്റെ സിറാത്താണ്. ഒരു അപകർഷതാബോധവും വേണ്ട. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് സംസാരിക്കുന്ന വിവരദോഷികളുടെ വാക്ക് കേട്ട് മനസ്സ് നോവേണ്ടതില്ല. ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാത്ത വിവരദോഷികളായ ആളുകളുടെ വാക്കുകൾ കേട്ട് ഇസ്ലാമിനോട് ഒരു അപകർഷതാബോധവും തോന്നണ്ട. ഇസ്ലാമിൻ്റെ ഏറ്റവും ചെറിയ കാര്യം മുതൽ ഇസ്ലാമിൻ്റെ എല്ലാ വിഷയങ്ങളും അതുല്യമാണ്. അതിനോടുള്ള അസൂയ കൊണ്ടാണ്, ആ വെറുപ്പ് കൊണ്ടാണ് നിങ്ങൾ വഴിതെറ്റണമെന്ന് പോലും അവർ ആഗ്രഹിക്കുന്നതെന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ട്. വദകസീറു മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറാ ഹസദം മിൻ ഇൻദി അൻഫുസിഹിം. അസൂയ കൊണ്ട് അവരെപ്പോലെ നിങ്ങളും വഴിപിഴച്ചവരായിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. റഹ്മാനായ റബ്ബ് പറയാണ്, ഈ അസൂയയാണത്, ഈ വെറുപ്പാണത്. അതുകൊണ്ടല്ലേ റബ്ബ് പറഞ്ഞത് വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികൾക്ക് എത്ര വെറുപ്പുണ്ടായാലും ശരി, ബഹുദൈവാരാധകർക്ക് എത്ര വെറുപ്പ് തോന്നിയാലും ശരി, അതുല്യമായ ഈ പ്രകാശത്തെ നാം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് സ്തുത്യർഹനായ റബ്ബിൻ്റെ വഴിയാണ്, പ്രതാപിയായ റബ്ബിൻ്റെ വഴിയാണ്. ആകാശങ്ങളും ഭൂമിയും ഏതൊരു റബ്ബിൻ്റെതാണോ ആ റബ്ബിൻ്റെ വഴിയാണത്. അപകർഷതാബോധമില്ലാതെ ഇസ്സത്തോടുകൂടി ഇതിലെ ഓരോ സുന്നത്തുകളെയും മുറുകെ പിടിക്കുക, ഓരോ ആശയങ്ങളെയും മുറുകെ പിടിക്കുക, ശക്തമായ ഭാഷയിൽ പ്രബോധനം ചെയ്യുക. ഈ വെളിച്ചം കത്തിച്ചു വെക്കൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്ന ആളുകൾ അത് സ്വീകരിച്ചു കൊള്ളും. പക്ഷേ ഈ വെളിച്ചം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിൻ്റെ ഈ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, ഇതേപോലെ പഠിപ്പിച്ചു കൊടുക്കുക. ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടാവട്ടെ, ഹദീസ് ക്ലാസ്സുകൾ ഉണ്ടാവട്ടെ, പ്രബോധന പ്രവർത്തനങ്ങൾ ഉണ്ടാവട്ടെ, സമ്മേളനങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകട്ടെ. അങ്ങനെ ഈ വെളിച്ചം സമൂഹത്തിൽ പരക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിച്ച ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഓരോ അധ്യായങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിൻ്റെ ബറക്കത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും റഹ്മാനായ റബ്ബ് നൽകുമാറാകട്ടെ. നാളെ ഖിയാമത്ത് നാളിൽ പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. നരകശിക്ഷയിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങളുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. റഹ്മാനായ റബ്ബ്, റഹ്മാനായ മനുഷ്യരുടെ മലിക്കായ മനുഷ്യരുടെ ആരാധ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കട്ടെ. കുതന്ത്രം നടത്തുന്ന ആളുകളുടെ കുതന്ത്രങ്ങളെ അല്ലാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമാറാകട്ടെ. അല്ലാഹു അവരെ പരാജയപ്പെടുത്തുമാറാകട്ടെ. എല്ലാ രാജ്യങ്ങളിലും അല്ലാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകളുടെ മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. നാം ഏവർക്കും മരണം വരെ ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.